എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ക്രൈസ്തവ സഭകളുടെ കൺവെൻഷൻ്റെ സീസൺ ആരംഭിക്കുവാൻ അടുത്തിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും തന്നെ ദേശത്തോട് സുവിശേഷം അറിയിപ്പാനായി കൺവെൻഷൻ ക്രമീകരിക്കുകയും വളരെ ഭംഗിയായി നടത്തപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ചർച്ചുകളിൽ വചനം കേൾക്കാൻ വരാൻ കഴിയാത്തവർക്ക് അവരുടെ അടുക്കലേക്ക് നമ്മൾ ഒരു യോഗം ക്രമീകരിച്ച് ചെല്ലുന്നത് ഒന്നാണല്ലോ കൺവെൻഷൻ. നമ്മുടെ ദേശത്തിനും നമ്മുടെ സഭയ്ക്കും എല്ലാം വലിയ അനുഗ്രഹമായ ഒരു കാര്യം തന്നെയാണ് കൺവെൻഷൻ എന്നുള്ളത്. എന്നാൽ ഞാൻ കൺവെൻഷൻ സംഘാടകരോട് ദൈവനാമത്തിൽ ദൈവസ്നേഹത്തിൽ പ്രിയ കൺവെൻഷൻ സംഘാടകരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സുവിശേഷ യോഗത്തിന് പരസ്യം വയ്ക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു തലക്കെട്ടുണ്ട്: സുവിശേഷ യോഗവും സംഗീത വിരുന്നും. അവിടെ സുവിശേഷ യോഗം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് സംഗീത വിരുന്ന്. യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായ ഒരു പദപ്രയോഗം തന്നെയാണത്. സംഗീതം ഒരു വിരുന്നാണ്. സുവിശേഷ യോഗങ്ങളിൽ സാധാരണ വചനം കേൾക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം കടന്നു വരുന്നവർ ഒരു കൂട്ടരുള്ളപ്പോൾ ഗാനം ആസ്വദിപ്പാനായി കടന്നു വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് ശുശ്രൂഷകൾക്കും കൺവെൻഷനിൽ വലിയ പങ്കുണ്ട്. പ്രധാനമായും പുറത്തുള്ള ജനങ്ങളെ നമ്മൾ ആകർഷിക്കുവാനും അപ്പോൾ തന്നെ പ്രസംഗികർക്ക് അവരുടെ ശുശ്രൂഷയ്ക്ക് അനുകൂലമായ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള രണ്ട് ലക്ഷ്യങ്ങളാണല്ലോ സംഗീത വിരുന്നിനുള്ളത്. ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവകൃപയാൽ 3-3.5 പതിറ്റാണ്ടുകളോളം ഒരു മ്യൂസിക് ടീമിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ അനേക സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രയോജനകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ ശുശ്രൂഷ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു സംഗീത ശുശ്രൂഷ നടത്തുന്ന ഒരു ടീമിന് അതിന് നേതൃത്വം കൊടുക്കുന്നൊരു വ്യക്തി മാത്രമല്ല, അതിലോരോ ഉപകരണങ്ങൾ വായിക്കുന്നവരും പാടുന്നവരും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റമായി വരുന്നവർ, സത്യത്തിൽ അവർക്ക് ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെ നമ്മൾ കാണാതെ പോകരുത്. ഞാൻ സൗണ്ട് ടീമിൽ സൗണ്ടിൻ്റെ വർക്കും കൂടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതിനേക്കാൾ മുൻപ് ഞാനവിടെ ചെല്ലണമായിരുന്നു. ഒരു 3 മണിക്കെങ്കിലും ഗ്രൗണ്ടിൽ ചെന്നെങ്കിലേ എല്ലാം അറേഞ്ച് ചെയ്ത് ആ കലാകാരന്മാരായ ദൈവദാസന്മാരും ദൈവദാസിമാരും വരുമ്പോൾ അവർക്കുള്ള സകല കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിടണമെങ്കിൽ ഒരു 3 മണിക്കെങ്കിലും അവിടെ ചെല്ലണം. ഇനി യോഗം കഴിഞ്ഞാലോ എല്ലാവരും വീട്ടിൽ ചെന്നാലോ അതിൻ്റെ കേബിളുകൾ മടക്കി മൈക്രോഫോണെല്ലാം സുരക്ഷിതമായി മിക്സറെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ആംപ്ലിഫയറെല്ലാം പാക്ക് ചെയ്ത് വെച്ച് വരുമ്പോൾ യോഗം കഴിഞ്ഞു വീട്ടിൽ സംഘാടകരടക്കമുള്ള ആളുകൾ ചെന്നു ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു സൗണ്ട് ചെയ്യുന്ന ഒരാളുടെ അധ്വാനം തീരത്തില്ല. മാത്രമല്ല, ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് പലിശയ്ക്കും ലോണിനും വാങ്ങുന്നവരാണ് ഏറിയ പങ്കുള്ളത്. ഇനി ഉപകരണങ്ങൾ വായിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞാൽ അവർ നല്ലൊരു ആർട്ടിസ്റ്റ് ആകുന്നതിൻ്റെ പിന്നിൽ എത്രത്തോളം കഠിനമായ പ്രയത്നമുണ്ടെന്ന്. ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന മണിക്കൂറിനാണ് ഫീസ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആ ലെവലിൽ എത്തിച്ചേരാൻ പിന്നിൽ ചിലവഴിക്കുന്ന അധ്വാനവും പണവും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ ഡോക്ടറെങ്കിലും ആകാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. അതുപോലെ അധ്വാനമുണ്ട്, അതുപോലെ പണച്ചിലവുണ്ട്. ഒരു ഉപകരണം വാങ്ങിക്കണമെങ്കിലോ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ലോൺ എടുത്ത് വാങ്ങുന്നവർ മനസ്സിലാക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. മാത്രമല്ല, ഒരു പ്രസംഗികനെ സംബന്ധിച്ചിടത്തോളം പ്രസംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ശരി തന്നെ. 2ാം സ്ഥാനമാണ് പാട്ടിനുള്ളത്. പക്ഷെ ഒരു പ്രസംഗികനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു ബൈബിള്, ഒരു ഡയറി, ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ലാപ്ടോപ്പ്,
ഇതുമായിട്ടൊരു ലൈൻ ബസ്സിന് കയറിയിട്ട് പോരാ. പക്ഷേ ഒരു കീബോർഡൊക്കെ ലൈൻ ബസ്സിന് കയറ്റിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. അതുപോലെ അനുബന്ധ ഉപകരണങ്ങളും ഒരു വണ്ടി വിളിച്ച് വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഒരു കൺവെൻഷനിൽ പാടാനുള്ള പാട്ടുകൾ, ഓരോ സീസണുകളിലെ പാട്ടുകളുണ്ടല്ലോ, എത്രത്തോളം സമയം ചിലവഴിച്ച് എത്രത്തോളം കഠിന അധ്വാനം ചെയ്തതിന് ശേഷമാണ് അവർ ഒരു സ്റ്റേജിൽ വായിക്കുവാനുള്ള ആ ഒരു ലെവലിൽ എത്തിച്ചേരുന്നതെന്നറിയാമോ? അപ്പോൾ അതിൻ്റെ അധ്വാനത്തെ നമ്മൾ വിലയിരുത്തി. മാത്രമല്ല ഇവർ ഇതുകൊണ്ട് അവരുടെ കുടുംബം കഴിയുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ. അപ്പോൾ ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നത് കാരണം പല സുവിശേഷ യോഗങ്ങളിലും എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. സുവിശേഷ യോഗമാണല്ലോ എന്ന് കരുതി നമ്മൾ വളരെ മിതമായൊരു റേറ്റ് പറഞ്ഞു ചെല്ലും. എന്നാൽ ഇതിൻ്റെ മെയിൻ സംഘാടകർ വളരെ ആത്മാർത്ഥമായും വിശ്വസ്തയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മിക്കവാറും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഓരോരുത്തരെ ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്ന ഓരോ സംവിധാനമുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻസ്, അനൗൺസ്മെൻറ്റ്, പബ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ സെക്ഷൻ തിരിക്കുമ്പോൾ നിങ്ങൾ കൺവീനേഴ്സ് ആക്കുന്നവരെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം എന്നെയൊക്കെ പല സ്ഥലത്തും പരിപാടിക്ക് വിളിച്ചിട്ട് ലാസ്റ്റ് വരാൻ നേരത്തെ സ്തോത്രം ഇങ്ങനെ ചുരുട്ടിയിട്ട് തരും. വീട്ടിൽ വന്ന് എണ്ണി നോക്കുമ്പോൾ കരഞ്ഞു പോകും. എന്നാൽ അന്വേഷിച്ച് വന്നാൽ കമ്മിറ്റിയിൽ നിന്ന് അവർ കൊടുത്ത പൈസ അതല്ല. എല്ലാവരുടെയും കാര്യമല്ലോട്ട് പറയുന്നത്. പാട്ടുകാർ പാട്ട് കഴിഞ്ഞ് അവർ കാറിൽ ഇങ്ങോട്ട് പോരുമ്പോൾ പല കൺവീനേഴ്സും കാറിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊരു യോഗം കഴിഞ്ഞ് ആരുടെയും ദുഃഖത്തിൻ്റെ കണ്ണുനീർ, വേദനയുടെ കണ്ണുനീർ നമ്മുടെ വേദിയിൽ വീണ് പോകരുത്. ഞാൻ ഈ പരിപാടി നിർത്താനുള്ള കാരണം തന്നെ പിറവ് എന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് അവിടെയുള്ള മിക്കവാറും സ്ഥലങ്ങളിൽ എൻ്റെ സൗണ്ട്, ലൈറ്റ്, എൻ്റെ മ്യൂസിക് ടീം എല്ലാം ഞാൻ ഉപയോഗിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയ വേദനകൾ എന്നെ അത് നിർത്താൻ നിർബന്ധിച്ചു. എന്നാൽ പല സ്ഥലങ്ങളിലും സ്വന്തമായി സുവിശേഷ യോഗം നടത്തിയത് ഒരാശ്വാസമായിരുന്നു. 10 വീടുകൾ കാണുമ്പോൾ അവരുടെ മുറ്റത്ത്, ആരുടെയെങ്കിലും വീടിൻ്റെ മുറ്റത്തൊരു കൺവെൻഷൻ ക്രമീകരിച്ച് ആ കോളനിയിലുള്ളവരുടെ സുവിശേഷം പറയുക എന്നുള്ളത് എനിക്കൊരാശ്വാസമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓരോ ആർട്ടിസ്റ്റുകളുടെ അധ്വാനത്തെ നമ്മൾ പരിഗണിക്കാതെ വിടരുത്. എത്രത്തോളം അധ്വാനവും പണച്ചെലവും കഴിച്ചാണ് അവർ ആ ഒരു നിലവാരത്തിൽ എത്തിച്ചേർന്നതെന്നറിയാമോ? സംഗീതം പഠിക്കുന്നവരൊക്കെ, ഓരോ ഉപകരണങ്ങൾ വായിക്കാൻ പഠിച്ചവരൊക്കെ. അപ്പോൾ അവരുടെ അധ്വാനത്തിന് നമ്മളാണ് അംഗീകാരം കൊടുക്കേണ്ടത്. മനസ്സിലാക്കാൻ ലക്ഷക്കണക്കിന് രൂപ വില കൊടുത്ത് സാധനം മേടിച്ചിട്ട് ഒരു ഗാനമേളക്കൊന്നും കൊണ്ടുപോകത്തില്ല അവർ കർത്താവിന് വേണ്ടി ഇത് സമർപ്പിച്ചതാണ്. മനസ്സിലാക്കണം. ലക്ഷങ്ങൾ കൊടുത്തൊരു കീബോർഡ് വാങ്ങി അതുപോലെ തന്നെ പണം ചെലവഴിച്ചത് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ്, അവൻ സുവിശേഷ ലക്ഷ്യമാണ് അവൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അവൻ ഗാനമേളയ്ക്ക് പോകത്തില്ല. അവരുടെ വരുമാനം ഇതാണ്. അപ്പോൾ ഞാനൊരു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണല്ലോ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഈ നീതി എന്നുള്ളതിന് നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുക്കണം. 1 മണിക്കൂർ ഒരു പ്രസംഗം തയ്യാറാക്കി, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെയൊക്കെ 5 പ്രസംഗം ഉണ്ടെങ്കിൽ 5 വർഷം ഓടാമായിരുന്നു. ഇപ്പോൾ പറ്റത്തില്ല. ഒരു പ്രസംഗം കൊണ്ട് ഒരു സ്റ്റേജ് പറ്റത്തില്ല. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് പ്രസംഗിച്ചാലും ഇടുക്കി കിടക്കുന്നത് ഞാനത് കേൾക്കുക മെസ്സേജ്. അപ്പോൾ ഒരു കണക്കിന് നല്ലതാണ്. കാരണം ജനലക്ഷങ്ങൾ അത് കേൾക്കുന്നുണ്ടല്ലോ. നേരത്തേക്ക് ഒരു പരിമിതിക്കുള്ളിൽ ആ സൗണ്ട്, ആ മൈക്കിൻ്റെ ഒച്ച എവിടം വരെ കേൾക്കുന്നു അവിടെ ഉള്ളവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, എവിടെയും കേൾക്കാം. പക്ഷെ അതൊരു അനുഗ്രഹമായി മാറുമ്പോൾ മറുഭാഗത്ത് കൺവെൻഷൻ പ്രസംഗികർക്ക് വന്ന ബുദ്ധിമുട്ടാണ് ഭയങ്കര. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ, അവർ വളരെ ഈസിയായി വന്ന് 1 മണിക്കൂർ പ്രസംഗിച്ച് പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന എമൗണ്ടും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഉറക്കത്തിൻ്റെ നല്ലൊരു ഭാഗവും കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചെന്ന് ചിലവഴിച്ച് കഷ്ടപ്പെട്ട് വളരെ ക്ഷീണിതനായിപ്പോടെ കിടക്കുന്ന, നാളെയും വരണമേ 3 ദിവസത്തെ യോഗത്തിന് ഇവർ വരണം, പ്രസംഗിന് 1 ദിവസം വന്നിട്ട് പോയാൽ മതി.
ഞാൻ പറഞ്ഞു വന്നിട്ട് ആശയവും നീതിയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തിക്കുക. ഇനി ഈ സംഘാടകരോട് ഞാനൊരു ചെറിയൊരു സജഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നമ്മൾ ഓരോ സെക്ഷൻ തിരിക്കുമല്ലോ. പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ കൺവീനർ ഇന്ന പാസ്റ്റർ, സ്റ്റേജ് ഡെക്കറേഷനും ഇന്ന പാസ്റ്റർ, പബ്ലിസിറ്റി ഇന്ന പാസ്റ്റർ എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ ആരെയും സംശയിച്ചിട്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊരു വൗച്ചർ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി വൗച്ചർ നമ്മൾ പ്രിൻ്റ് ചെയ്ത് തയ്യാറാക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ കൺവെൻഷൻ്റെയോ ചർച്ചിൻ്റെയോ പേരിൽ ഒരു സീൽ ചെയ്തൊരു പേപ്പർ, ആർക്ക് എന്തിന് എത്ര എമൗണ്ട് കൊടുത്തു എന്ന് ആ എമൗണ്ട് അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ട് അത് സ്വീകരിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം എനിക്കങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനവിടെ അടുത്തൊരു സ്ഥലപ്പേര് പറഞ്ഞത് മോശമാണ്. ഒരു കൺവെൻഷനോട് കരഞ്ഞെന്നോട് പറയുക, ഞങ്ങൾ പാവങ്ങളാണ്, അങ്ങനെയാണ്, ഞങ്ങളുടെ സെൻട്രൽ ഭാഗങ്ങൾ ദുരിതമാണ്, ദുഃഖമാണെന്നൊക്കെ പറഞ്ഞ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ മനസ്സിലാക്കണം, 7000 വാട്ട് സൗണ്ടും 35 ട്യൂബും, അന്ന് ട്യൂബായിരുന്നു, ട്യൂബും പിന്നെ അതിനോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് 2 ജനറേറ്റർ ഞങ്ങൾ പ്രവർത്തിപ്പിച്ച് 4 പീസ് ഓർക്കസ്ട്രയും വെച്ച് 4 പാട്ടുകാരെയും വെച്ച് ഒരു പ്രോഗ്രാം 3 ദിവസം ചെയ്തപ്പോൾ കരഞ്ഞ് എന്നെക്കൊണ്ട് 12,000 രൂപയ്ക്ക് അത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ട്യൂബ് സെറ്റ് കൊണ്ടുപോയ പെട്ടി സ്റ്റേജിനടിയിലാണ് വെച്ചിരുന്നത്. കൺവെൻഷൻ കഴിഞ്ഞ് 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ട്യൂബെല്ലാം അഴിച്ച് ഈ പെട്ടിക്കകത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആ പെട്ടി എടുക്കാൻ ചെന്നപ്പോൾ സ്റ്റേജിനടി ഒരു പ്രദേശം മുഴുവനും വെളുത്ത് കിടക്കുന്നു. ഞാൻ എന്താ ചെന്ന് നോക്കിയപ്പോൾ നിറച്ച് പോസ്റ്ററാണ്. ഞാൻ വെറുതെ അതിൻ്റെ സംഘാടകരിൽ ഒരാളെ വിളിച്ച് ചോദിച്ചു, നമ്മുടെ പോസ്റ്റർ നല്ല മനോഹരമായിരുന്നു കേട്ടോ, നമുക്കത് എത്ര രൂപയായി? അത് 30,000 രൂപയായുള്ളൂ പാസ്റ്ററെ. മനസ്സിലാക്കണേ, 30,000 രൂപ മുടക്കിയ പോസ്റ്ററിനകത്ത് ഒരു 15 പേരുടെയും ഫോട്ടോയുണ്ട്. ഞാനതിനൊന്നും എതിര് പറയുന്നില്ല, അവരുടെയൊക്കെ ഒരു ആഗ്രഹമല്ല, നടക്കട്ടെ. പക്ഷേ ഈ 7000 വാട്ട് സൗണ്ടും 35 ട്യൂബും 2 ജനറേറ്ററുകളൊക്കെയുള്ള സൗണ്ടുമായി 3 ദിവസം കഷ്ടപ്പെട്ട ഞാൻ, എൻ്റെ കൂടെ നിന്ന് 4 പീസ് ഓർക്കസ്ട്ര, 4 പാട്ടുകാർ, 8 പേർക്ക് ഞാൻ പേയ്മെൻറ്റ് ചെയ്യണം. എനിക്ക് കിട്ടിയത് 12,500 രൂപ. പിന്നെ എൻ്റെ സ്വന്തം സിസ്റ്റം ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. കരഞ്ഞ് ഞങ്ങളുടെ സെൻറ്ററിന് പൈസ ഇല്ല എന്ന് കരഞ്ഞ് എന്നെക്കൊണ്ട് പരിപാടി ചെയ്യിച്ചിട്ട് കടുത്തുരുത്തി അവിടെ ഗ്രൗണ്ടിൻ്റെ അടിയിൽ, സ്റ്റേജിൻ്റെ അടിയിൽ കിടന്ന് വേസ്റ്റാക്കി കളഞ്ഞ പോസ്റ്ററിന് 30,000 രൂപയുടെ മുടക്കുണ്ടായിരുന്നു. നമ്മളൊക്കെ പ്രാപിച്ച ആത്മാവിൻ്റെ നീതിയിലെ പോയി. ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും മോശമാക്കാനല്ല. നമ്മളെല്ലാം നല്ല ലക്ഷ്യത്തിലാണ് കൺവെൻഷൻ നടത്തുന്നത്. പക്ഷെ വിനീതമായി ഞാനെന്ന് പറയുന്നത്, നമ്മുടെ പാട്ടുകാർക്ക് നല്ലൊരു പരിഗണന കൊടുക്കണം. മാത്രമല്ല, അന്യ മതം, അന്യ വിശ്വാസം വിട്ടുവന്ന് നല്ല ഗായകർ നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഗാനമേളയോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ആളുകളാണ്. എത്ര രൂപ തന്നാലും എനിക്കൊരു പാട്ടുകാരനറിയാം, നല്ലൊരു പാട്ടുകാരൻ. അദ്ദേഹം കേരളത്തിലെ പ്രശസ്തമായ ഗാനമേള ട്രൂപ്പിലൂടെ പാടി നടന്ന ആളാണ്. കലാഭവൻ മുതലുള്ള ഏഞ്ചൽ വോയിസ്, അങ്ങനെ പല അദ്ദേഹം ഗാനമേളയ്ക്ക് പാടാൻ പോകില്ല എന്ന തീരുമാനമെടുത്തിരുന്ന ഒരു കാലം. പക്ഷെ അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ട്, മനസ്സിലാക്കണം, മറ്റ് സുവിശേഷമായി ബന്ധമില്ലാത്ത പാട്ടുകാരെ വിളിച്ച് നമ്മുടെ കൺവെൻഷന് ആളെ കൂട്ടാൻ നമ്മൾ നടത്തുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കഴിവതും അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു മുൻഗണന കൊടുക്കുന്നത് നല്ലതല്ലേ? അവർ കർത്താവിൻ്റെ നാമനിമിത്തം ഗാനമേള വിട്ടും മറ്റു മതമൊക്കെ വിട്ടും കൊണ്ട് പോന്നപ്പോൾ നമ്മൾ അവർക്കൊരു, നമ്മുടെ യോഗത്തിലൊക്കെയല്ലേ നമുക്കൊരവസരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ പരിപാടി നടത്തിയിട്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മുടെ ചർച്ചിലൊക്കെയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെ നമ്മളൊന്ന് പരിഗണിക്കാനായി നല്ലൊരു മനസ്സ് കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ താല്പര്യം, ഓരോ കൺവീനേഴ്സിനും നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, എൻ്റെ ഒരു ചെറിയ അഭിപ്രായം, ഓരോ വൗച്ചർ തയ്യാറാക്കിയിട്ട്, പിന്നെ ഇപ്പോൾ കസേരകൾ 1000 കസേര എടുത്ത് 3 ദിവസത്തേക്ക് എത്ര രൂപയാണ്? ആ കസേര തന്ന ഹയറിംഗ് സെൻറ്ററിലെ മാനേജറെ കൊണ്ട് ജസ്റ്റ് ഒപ്പിടിപ്പിച്ച്
അതിനകത്ത് എമൗണ്ട് എത്രയാണെന്നും അക്ഷരത്തിലും അക്കത്തിലും എഴുതിച്ച്, ഇതൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഞാൻ സ്വന്തമായിട്ട് യോഗം ക്രമീകരിച്ചിട്ട് പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ പലരും എന്നോട് പൈസ കൊടുക്കാൻ ചെന്നപ്പം ബില്ല് എഴുതുന്നതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ്, എൻ്റെ പൊന്ന് ചേട്ടാ, ഇത് കൂട്ടി എഴുതിയാലും കുറച്ച് എഴുതിയാലും ഈ പോക്കറ്റിൽ നിന്ന് വേണം ഇറങ്ങാൻ. കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആരെയും വേദനിപ്പിക്കാനല്ല കേട്ടോ. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും വേദന തോന്നിയാൽ എത്രയോ വർഷങ്ങളായിട്ട് കരയുന്ന എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പലരും പാട്ട് കഴിഞ്ഞ് കാറിക്കൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സംഘാടകരിൽ പലരും കാറിൽ പിറ്റേ ആഴ്ച കൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരിഗണന, നമ്മുടെ വചനം പ്രഘോഷിക്കുന്ന ദൈവദാസന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന അതേ മാന്യത തന്നെ എത്രയോ സ്ഥലങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വളരെ പ്രസംഗികരുടെ ഒപ്പം തുല്യമായി നമ്മളെ പരിഗണിക്കുന്ന ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ പാട്ടിന് വന്നു, അവരൊക്കെ പാട്ട് കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോകുന്നു. അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരവസരം, ഞാൻ ഈ പരിപാടി നിർത്തി, പാട്ട് പരിപാടി ഞാൻ ടീമും പരിപാടിക്ക് നിർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ കൺവെൻഷന് പാട്ടുകാരെ വിളിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കരുത്, അവരെ സന്തോഷത്തോടെ വിടണം. അടുത്ത വർഷം അവരെ വിളിക്കുമ്പോൾ അയ്യോ ദൈവദാസനെ ഞങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി അങ്ങോട്ട് വരികയാണെന്ന് പറയത്തക്ക നിലയിൽ വേണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. പണ്ടൊക്കെ കൺവെൻഷൻ അവസാനം പ്രസംഗം കഴിയുമ്പോൾ ഓൾട്ടർ കോൾ നടത്തുമായിരുന്നു. ആരെങ്കിലും തീരുമാനമെടുത്തവരുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത് വരുന്നവർ കൈപൊക്കാറുണ്ട്, മുന്നോട്ട് കടന്നു വരാറുണ്ട്, പ്രാർത്ഥിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ തീരുമാനമൊന്നും അധികം എടുക്കാറില്ല. പക്ഷേ സ്റ്റേജിൽ ഇരിക്കുന്ന പല ആർട്ടിസ്റ്റുകളും കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കും, ഇനി എത്രയൊക്കെ വിളിച്ചാലും ശരി അവരുടെ കൺവെൻഷൻ ഞങ്ങൾ പോവുകയല്ല. കാരണം കിട്ടിയ അനുഭവം അതാണ്. അപ്പോൾ തീരുമാനം മിക്കവാറും വരുന്ന ആർട്ടിസ്റ്റുകളാണ്. ആർട്ടിസ്റ്റിൻ്റെ അത് ഉപയോഗിക്കുന്നത് ആ ഒരു കലാകാരന്മാരെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ എടുക്കണ്ട. അവർ ദൈവകൃത്യന്മാരാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരും ദൈവദാസിമാരുമാണ്. പക്ഷേ ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും തീരുമാനമെടുത്ത് പോകുന്നവരവരല്ലേ. ഇനി മേലാൽ ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങൾ വരത്തില്ല. അപ്പോൾ അങ്ങനൊരു അവസരം ഉണ്ടാകരുത്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കൂടെ ചുരുക്കുന്നു. ദയവ് ചെയ്ത് നമ്മുടെ അടുത്തൊരു കൺവെൻഷൻ സീസൺ വരാൻ പോകുക, നമ്മുടെ പാട്ടുകാർക്ക് നല്ല പരിഗണന എല്ലാ രീതിയിലും കൊടുക്കുക. അവരുടെ സന്തോഷവും അവരുടെ പ്രാർത്ഥനയും നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത കൺവെൻഷന് അവർക്ക് നമ്മൾ വേദി കൊടുത്തില്ലെങ്കിലും അയ്യോ ഈ ചർച്ചിലാണോ, നമുക്കൊന്ന് പോകണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചപ്പോൾ വളരെ മാന്യമായി ഞങ്ങളെ പരിഗണിച്ച് വിട്ടവരാണ്. അതുകൊണ്ട് കൺവെൻഷൻ നമ്മൾ പ്രോഗ്രാമിൽ വിളിച്ചില്ലെങ്കിലും മറ്റൊരു ടീമിന് അവസരം കൊടുക്കട്ടെ, അവരൊന്ന് പാടട്ടെ, നമുക്ക് പോകണം, നമുക്ക് സഹകരിക്കണം എന്നൊരു തീരുമാനം ഈ കഴിഞ്ഞ വർഷം അവിടെ വന്ന് പാടിപ്പോയ ടീമിലുള്ള ദൈവദാസന്മാർക്കും ഉണ്ടാകത്തക്ക നിലയിൽ വരും വർഷം അവരെ വിളിച്ചില്ലെങ്കിൽ പോലും അവർ ഈ വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് അവർ വരാനൊരു താല്പര്യം കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരൻ വളരെ വിനയപൂർവ്വം പറയുന്നു, കൺവെൻഷൻ സീസൺ അടുത്ത് വന്നല്ലോ, എല്ലാ സംഘാടകരും പാട്ടുകാർക്കും മൈക്ക് സെറ്റുകാർക്കും വേണ്ടതുപോലുള്ള പരിഗണനയും പറഞ്ഞ എമൗണ്ട് തന്നെ കൊടുത്തു വിട്ടുകൊണ്ട് നല്ല ബന്ധം നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കട്ടെ. ആരെയും വേദനിപ്പിക്കാനല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിലുള്ള മലയാളികളായ സകല ആർട്ടിസ്റ്റുകൾക്കും ഒരനുഗ്രഹമായി മാറുവാൻ, സുവിശേഷത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന സകല ആർട്ടിസ്റ്റുകൾക്കും ഒരനുഗ്രഹമായി തീരാൻ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ദയവായി അത് നിങ്ങൾ പാലിക്കുമെന്ന് ഞാൻ കരുതുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.